السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഈ സ്ഥാപനത്തിൻ്റെ മേധാവി സാദിഖ് അലി ഹുദവി ഉസ്താദ് അവറുകൾ, ഈ ഖിസ്മുൽ ഫിഖ്ഹിൻ്റെ ജോലി മുഹമ്മദ് ഹുദവി അവറുകൾ, മറ്റു ഉസ്താദുമാർ, മാനേജർ റിയാസ് ഫൈസി അടക്കമുള്ള മഹത്തുക്കളെ, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ കർമ്മോത്സുകരായ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികളെ, ഇവിടെ പറയപ്പെട്ടതുപോലുള്ള വലിയ അവകാശവാദങ്ങളൊന്നും അർഹിക്കാത്ത, മദ്ഹുകളൊന്നും അർഹിക്കാത്ത ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ഞാൻ വെറുതെ അത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാലം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന പണ്ഡിത സുഹൃത്തുക്കളിലാണ് ഞങ്ങളെപ്പോലുള്ള അസ്തമിക്കാറായ ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് ഉയരാനും ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇഖ്ലാസിലധിഷ്ഠിതമായി വറയോടുകൂടി അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാടോടുകൂടി ഫിഖ്ഹും മറ്റു കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും, പൊതുവിലും നിങ്ങൾക്ക് വളർന്നു വരുന്ന തലമുറക്ക് പ്രത്യേകിച്ചും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വളരെ ആഴമേറിയ പഠനങ്ങളും ചർച്ചകളും കൊണ്ട് സജീവമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയാണ് ദാറുൽ ഹുദ പോലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സംഹാരമൂർത്തികൾ പല വിഫലാശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആത്മാർത്ഥമായി തന്നെ പറയാം. പക്ഷേ നമുക്ക് ഉത്തരവാദിത്വ ബോധം വേണം. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹുക്കുമാണല്ലോ. ഒരു കാര്യം വരുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമെന്ത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അതിൽ എന്ത് വിധിച്ചിരിക്കുന്നു അത് പറയാൻ നമ്മളാരാ? അള്ളാഹു പറയേണ്ടതിന് പറയുമ്പോൾ നമ്മൾ പറയാൻ പറ്റുമോ? എന്നാൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞിരുന്ന സ്വഭാവമില്ലേ? അതിന് അള്ളാഹു വളരെ കറക്റ്റായിട്ടുള്ള ഒരു മാർഗം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തും ഇവിടെ നമുക്ക് ഏൽപ്പിച്ചു തന്ന് അതിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അഹ്കാമുകൾ കണ്ടുപിടിക്കാനുള്ള വഴികൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് വേണ്ടത് പക്ഷപാതിത്വമോ വ്യക്തി താല്പര്യങ്ങളോ സംഘടനാ സങ്കുചിതത്വങ്ങളോ ഒന്നുമില്ലാതെ ആത്മാർത്ഥമായി അല്ലാഹുവിൻ്റെ വിധി എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇഖ്ലാസോട് കൂടിയുള്ള, വറയോട് കൂടിയുള്ള, ഇഹ്തിയാത്തോട് കൂടിയിട്ടുള്ള പരിശ്രമമാണ്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചാണ്
ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ലിൽ മുജ്തഹിദി അൽ മുസ്ലിബി അജ്റാനി വലിൽ മുഖ്തി അജ്റൻ. അങ്ങനെ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ പരിശ്രമത്തിൽ വീഴ്ച വന്നാലും അത് പ്രതിഫലാർഹമാണ്. കാരണം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയാൽ അള്ളാഹു അതിന് കൂലി തരും. മുസ്ലിബാണെങ്കിൽ അതിൽ സത്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ 2 കൂലി. ഒന്ന് ഇജ്തിഹാദ് ചെയ്തു എന്ന കൂലിയും, ഒന്നതിൽ ഇസാബത്തുണ്ടായി എന്നത്. ഇസാബത്തുണ്ടായതിന് ശരിക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പ്രോത്സാഹനമായിട്ട് കൊടുക്കണം. പ്രോത്സാഹന സമ്മാനം കൊടുക്കലുണ്ടല്ലോ, അത് ഇജാബത്ത് സുന്നത്തില്ലാത്ത വാക്കാണ്. സമയമായി എന്നറിയിക്കാനുള്ള അല്ലാഹു അക്ബർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ പുതിയ സഹായങ്ങളോട് കൂടിയിട്ടുള്ള പരിപാടികളാണ്. ഏതായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ അതിനെക്കുറിച്ചിങ്ങനെ മുമ്പ് കേട്ടതും ഇപ്പോൾ ആലോചിച്ചതുമൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള മേഖലകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ മേഖലകളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഞാനിവിടെ ഏതാനും ചില മേഖലകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ട് എനിക്ക് തോന്നിയത് ഫത്വയിൽ AI അവലംബിക്കാൻ പറ്റുമോ എന്ന വിഷയമാണ്. ഫത്വ മതവിധി തേടുമ്പോൾ അതിന് AI ഉപയോഗിക്കാൻ പറ്റും. AI ഡോക്ടർ എന്ന് പറയുന്ന മാതിരി AI ഉസ്താദുൽ അസാത്തീദ് എന്നോ അല്ലെങ്കിൽ ഷെയ്ഖുസ്സമാൻ എന്നോ ഇനിയിപ്പോൾ ഹുസുലാന്ന് പേരിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു AI നമ്മുടെ എന്ത് ദീനിയായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചാലും അതിനൊക്കെ മറുപടി പറഞ്ഞു തരുന്ന അതിവിദഗ്ധമായിട്ടുള്ള, ഇന്നിപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എന്താണ് ജെമിനി ആപ്പ് പോലത്തെ, അതിനോടൊക്കെ എന്ത് ചോദിച്ചാലും മറുപടി ഇപ്പം തന്നെ തരുന്നുണ്ട്. അത്തരം ആപ്പുകളെയും സംവിധാനങ്ങളെയും ഒക്കെ ഇസ്ലാമികവൽക്കരിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതൊന്നും ഇപ്പോൾ ഇസ്ലാമികം ആയിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ സുന്നി ആയിക്കൊള്ളണമെന്നോ ഒന്നുമില്ല. അതിനെ സുന്നിവൽക്കരിക്കുക, ഇസ്ലാമികവൽക്കരിക്കുക, പിന്നെ സുന്നിവൽക്കരിക്കുക, വേണ്ടി വന്നാൽ സമസ്തവൽക്കരിക്കുക, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇതിനങ്ങോട്ട് അതിൽ കൊടുക്കുന്നതനുസരിച്ചാണ് അങ്ങോട്ട് മറുപടി തരിക. അപ്പം അതിൽ ഡാറ്റകൾ എങ്ങനെയാണ്, അതിൻ്റെ ഇൻപുട്ട് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം. ഉദവികൾക്കൊക്കെ വാഫികൾക്കൊക്കെ അത്തരം ഇടപെടലുകൾക്ക് സാധ്യമായതും ആകുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലടക്കം തിരുത്തൽ വരുത്തിയ ഹുദവിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അഭിമാനകരമാണ്. ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദൊക്കെ, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഞാനൊക്കെ പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജാമിയയുടെ സമ്മേളനത്തിൽ ഒരു സെഷൻ ഈ ദാറുൽ ഹുദ പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എം ബഷീർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഞാനതൊക്കെ കേട്ടിട്ട് പുളകിതനായിട്ടുണ്ട്. ഞാൻ 16 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ ഇടയിലാണ് പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ് കേട്ടിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ, അന്ന് 20 വയസ്സിന് മുമ്പ് ഞാൻ കോളേജിൽ നിന്ന് വിട്ടിട്ടുണ്ട്, അതിനായിട്ടില്ല. അപ്പോൾ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ എൻ്റെ കുട്ടിയെ ആ സ്ഥാപനത്തിൽ ചേർക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത്രമാത്രം വലിയ അവതരണമായിരുന്നു ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാരുടെ. അങ്ങനെ ഈ സമുദായത്തിൻ്റെ മനസ്സിൽ അതിൻ്റെ ആവശ്യകത സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തെ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാരും CH ഐദുറസ് മുസ്ലിയാരും ഡോക്ടർ ബാബുട്ടി ഹാജിയും ഒക്കെ നിരന്തര പരിശ്രമത്തിലൂടെ പാണക്കാട് സാദാത്തുക്കളുടെ തണലിൽ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്. അള്ളാഹു അതിനെ ഇനിയും വളർത്തുകയും നിലനിർത്തിത്തരികയും അവരൊക്കെ ആഗ്രഹിച്ചതുപോലുള്ള
ഒരു സംവിധാനമാക്കി അള്ളാഹു അതിനെ മാറ്റിത്തരികയും ചെയ്യട്ടെ. ഇന്ന് ഞങ്ങളൊക്കെ അന്ന് അതിൻ്റെ തുടക്കത്തിൽ അത് കേട്ടതാണെന്ന് പറഞ്ഞല്ലോ. അന്ന് അവരൊക്കെ ആ സ്വപ്നം കണ്ടിരുന്നത് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള സംതൃപ്തിയിലാണ് നമ്മളൊക്കെ. വടക്കേ ഇന്ത്യയിലൊക്കെ അന്നത്തെ അവരുടെ ആ വിഷൻ അത് നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട പിന്തുണ, അതിനുവേണ്ട പിൻബലം നമുക്കവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമുക്കും അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഇസ്ലാമികവൽക്കരിക്കുവാനും സുന്നിവൽക്കരിക്കുവാനും നമ്മുടെ സംഘടനാവൽക്കരണത്തിനുമൊക്കെ സാധിക്കണം. അതിനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം. അങ്ങനെ ഫത്വയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു മുഫ്തിയായി അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ അവലംബിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അതൊരു ഉപകരണമാണ്. ആ ഉപകരണം നമുക്ക് ഇപ്പോൾ മക്തബത്ത് ഷാമില പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഈ ChatGPT പോലുള്ള ജെമിനി ആപ്പ് പോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളോട് സംവദിക്കുന്നുണ്ട്, ചോദിച്ചാൽ മറുപടി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും അതിനെ ഒരു ആധുനിക ഫിഖ്ഹി വിഷയത്തിൽ അവലംബമാക്കാവുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടില്ല. ഇനി അതെത്ര വളർന്നാലും നമ്മുടെ ചിന്തയും ബുദ്ധിയും വറഇൻ്റെയും കൂടെയല്ലാതെ അതിനെ സ്വന്തമായി അവലംബിക്കാനോട്ട് പറ്റൂല. കാരണം അതിൽ നൽകപ്പെട്ട ഡാറ്റകളാണ് ഔട്ട്പുട്ടായിട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ ആരുടെയൊക്കെ ഇടപെടലുകളാണുള്ളത്, എങ്ങനെയൊക്കെയാണത് ഉത്തരം നൽകുന്നത്, അതിനൊക്കെ ആശ്രയിച്ചാണല്ലോ അതിനെ അവലംബിക്കാൻ പറ്റൂല്ല എന്നറിയാം. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ നിതാന്ത ജാഗ്രതയോടുകൂടി മാത്രം സഹായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ സംശയമൊന്നുമില്ല. കിതാബ് മറിച്ച് നോക്കുന്നത് പോലെ തന്നെ ഫത്വ ചോദിച്ചാൽ നമ്മൾ കിതാബ് മറിച്ച് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തുന്നുണ്ടല്ലോ. ആ കിതാബ് മറിച്ച് നോക്കുന്നതിന് പകരം വിരൽത്തുമ്പ് ഉപയോഗിച്ച് നമ്മൾ മക്തബത്ത് ഷാമിലയോ അതുപോലുള്ള കിതാബുകളൊക്കെ ഡിജിറ്റലായി നമ്മൾ നോക്കുന്നത് പോലെ ഇതിൻ്റെ സഹായം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം ഉസൂല് നാം ഭദ്രമാക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ ജാഗ്രത എത്രമാത്രം ശരിയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഉപയോഗം, ആ ഉപയോഗത്തിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫത്വക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ ഇഅ്തിമാദ് ചെയ്യാൻ പറ്റൂലെങ്കിലും സഹായകമായിട്ടുള്ള ഡാറ്റകൾ അനാവരണം ചെയ്യാനും അതിൻ്റെ ശേഖരണത്തിനും അനലൈസ് ചെയ്യാനൊക്കെ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ അതിനേക്കാൾ കുറച്ചുകൂടെ ഭദ്രമായ നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ മോഡലുകൾ തുടങ്ങിയിട്ട് കുറേ കാലം, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വാച്ചൊക്കെ നോക്കിയാൽ സമയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മാഷന്മാർ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അത് ശരിക്കും എങ്ങനെയാണ് ആ കൃത്യമായിട്ട് ആ സമയം മനസ്സിലാക്കുക എന്നുള്ള ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പങ്കുവെച്ചിരുന്നു. എഴുതാനറിയാം, അക്കങ്ങളൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലോക്കിൽ നോക്കിയിട്ട് സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാനോട്ട് കഴിയില്ല. ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. അപ്പത്തെ സമയം അതാത് സമയത്ത് ഇങ്ങനെ എഴുതി കാട്ടുന്ന ഒരു വാച്ച് ഉണ്ടായാൽ തിരക്കുണ്ടായിരുന്നില്ല. ഞാനും അനുജനും ഒക്കെ പാട് ചർച്ച ചെയ്തിരുന്ന വിഷയമാണത്. അപ്പത്തെ സമയം അപ്പം ഇങ്ങനെ എഴുതി കാട്ടണ വാച്ച്, ഇതേമാതിരി ഇതൊക്കെ അന്നൊരു സ്വപ്നമായിരുന്നു. ഇതൊരിക്കലും സംഭവിക്കും എന്ന് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പത്തെ സമയം അപ്പം ഇങ്ങനെ എഴുതി കാട്ടണ വാച്ച്. അതൊക്കെ ഇപ്പോൾ നിലവിൽ വന്നു. ഞാൻ ജാമ്യയിൽ ചേരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 79 ഞാനന്ന് മേലാറ്റൂർ ഒരു പുഴൻ്റെ പക്കത്തുള്ള പള്ളിയിലാണ് ഓതണത്. അവിടെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. ആൾ വലിയ പൊളിച്ചിയായിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു വാച്ച് കൊടുന്നിരുന്നു. ഈ അപ്പത്തെ സമയം അപ്പം ഇങ്ങനെ എഴുതി കാട്ടണ വാച്ച്. അയാളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. അയാൾ അതിനെക്കുറിച്ച്, അതിൻ്റെ വിലനെക്കുറിച്ച്
ഒക്കെ ഞങ്ങളോട് വലിയ താങ്ങിയിരുന്നു. അന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കാരണം അത് ആദ്യമായിട്ട് കാണുകയാണ്. ഭയങ്കര വില പിടിച്ച കോടീശ്വരന്മാർക്കൊക്കെ ഉള്ളൂ അങ്ങനത്തെ വാച്ച് കിട്ടുക, ഉപയോഗിക്കാൻ കഴിയുക എന്നൊക്കെയാണ് അന്നത്തെ വിശ്വാസം. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കിന് അത് 75 റുപ്യ, വെറും 75 റുപ്യ എടുത്തിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വാച്ച് വാങ്ങി. അപ്പോഴാണ് ഇതിന് അത്രയ്ക്ക് വിലയുള്ളൂ എന്ന് മനസ്സിലാണത്. ആ വാച്ച് വാങ്ങിയിട്ട് അഞ്ജനാന്ന് കയ്യുമ്മ കെട്ടാൻ കൊടുത്തു ഞാൻ. അന്ന് ഓന് ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ അനുജനാണല്ലോ. ഓന് ഞാൻ വീട്ടിൽ പോയി വന്നപ്പോഴേക്കിന് ഓനതൊന്ന് തുറന്നു നോക്കി കണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു വെള്ളമാണല്ലോ എന്നോട്. അന്ന് അതിലെന്തൊരു ലിക്വിഡായിരുന്നു, ഈ മഷി ആ എഴുത്ത് ആണെന്ന് ആ ലിപി ഒരു എന്തൊരു ലിക്വിഡായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ ഒക്കെ മാറി, LED സംവിധാനങ്ങളൊക്കെ വന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ മാറിത്തൊരു സാധനമായിരുന്നു എന്ന് മനസ്സിലായി. അതോടുകൂടി അതിൻ്റെ ധർമ്മം അതോടുകൂടി പൂർത്തിയാവുകയും ചെയ്തു. 75 റുപ്യ എടുത്ത് വാങ്ങിയ വാച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇതൊക്കെ അതിൻ്റെയൊക്കെ തുടർച്ചയാണ് AI എന്ന് പറയുന്ന സംവിധാനം. നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സാധനത്തുമ്പോൾ മുട്ടാൻ പോകുകയാണെങ്കിൽ അതിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും മുട്ടാണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കൃത്രിമ ബുദ്ധി അറിയണത്. എങ്ങനെയാണ് ഇപ്പോൾ മുപ്പർക്ക് അവിടെ മതിലുണ്ട് എന്ന് മനസ്സിലാണത്. പക്ഷെ അത് മതിലാണോ, അത് ഇരുമ്പാണോ, അതോ ഓലക്കൊടിയാണോ, അതോ കമ്മ്യൂണിസ്റ്റ് അപ്പയാണെന്നൊന്നും മൂപ്പർക്ക് മനസ്സിലാവില്ല. കമ്മ്യൂണിസ്റ്റ് അപ്പ അങ്ങനെ തൂങ്ങിക്കണ്ടാലും മൂപ്പര് കിക്കി എന്നറിയും. അത് കമ്മ്യൂണിസ്റ്റ് അപ്പയാണ്, വെച്ച ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ ചെന്ന് മുട്ടി വിചാരിച്ച് അപകടമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും മൂപ്പർക്ക് അറിയില്ല. അത് കമ്മ്യൂണിസ്റ്റ് അപ്പയാണെങ്കിലും നേരെ ഇരുമ്പിൻ്റെ മതിലാണെങ്കിലും ഒക്കെ മൂപ്പര് ഒച്ച ഉണ്ടാക്കും. അതതിൻ്റെ ഒരു പരിമിതിയാണ്. ഇതിനെയും കൂടി പരിഹരിച്ചു കൊണ്ടുള്ള ശരിക്ക് സാക്ഷാൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലേ ശബ്ദം ഉണ്ടാക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പുരോഗതി രംഗത്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പം കമ്മ്യൂണിസ്റ്റ് അപ്പക്ക് വേണ്ടിയിട്ടും വണ്ടി വച്ചുണ്ടാക്കും. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വച്ചുണ്ടാക്കുന്നുണ്ടല്ലോ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ മൂപ്പര് പറയാണ് സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ. അപ്പോൾ നമ്മൾ അത് ഈ പുറത്തുകൂടി എടുത്തുള്ളിൽ തിരികെ കൊടുത്താലും കുട്ടികൾ കരച്ചിൽ നിർത്തണ മാതിരി, കുട്ടികൾ പാൽ കുടിക്കാൻ വേണ്ടി കുട്ടികൾ കരയുമ്പോൾ ഇത് തൊള്ളയ്ക്ക് കൊടുത്താൽ കുട്ടികൾ കരച്ചിൽ നിർത്തുമല്ലോ. അതേമാതിരി ഇത് ഇപ്പുറത്ത് കൂടി എടുക്കേണ്ടതിന് പകരം ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇതിലിട്ടാലും കരച്ചിൽ മാറ്റും വണ്ടി. ഇനി അതിനും പുരോഗതി വന്ന് നമ്മൾ ഒറിജിനൽ നിലക്കന്നെ ഇട്ടെങ്കിലേ ആ ശബ്ദം ഉണ്ടാക്കൽ നിർത്തുള്ളൂ എന്ന വിധത്തിൽ അതിനെ പുരോഗതിപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അങ്ങനെ കൊടുത്തതിനെ കൊണ്ട് ഒച്ച ഉണ്ടാക്കൽ നിർത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്ന് പരിഹരിച്ച് വന്നുകൊണ്ടാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം രംഗത്തൊക്കെ എങ്ങനെയാണ് അതിനെ ഇസ്ലാമീകരിക്കാൻ കഴിയുക, അതിനെ സുന്നിവൽക്കരിക്കാൻ കഴിയുക എന്നൊക്കെ നോക്കിയിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഫത്വ രംഗത്തൊക്കെ അതിൻ്റെ സഹായം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊരു വിഷയം, ജിനായത്തുകൾ. ഇത്തരം കൃത്രിമ ബുദ്ധിയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത് ചിലപ്പോൾ പല ജിനായത്തുകളിലും ഏർപ്പെട്ടു എന്ന് വരും. നമുക്ക് ശത്രുക്കളൊക്കെ ഇവിടെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ യുദ്ധം ഒരുങ്ങിക്കുകയുള്ളപ്പോൾ, അപ്പോൾ ഈ ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് അവിടുന്ന് ഏതെങ്കിലും മിസൈലുകൾ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതേമാതിരി നിങ്ങൾ ഇരിക്കുന്ന ഒരുത്തൻ്റെ സന്തോഷവും സങ്കടവും ക്രോധവും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയ മെഷീനുകൾ ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ലേ, നുണപരിശോധനാ യന്ത്രങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലോ. ഇയാൾ നുണയാണോ പറയണതെന്ന് അറിയാൻ പറ്റിയ പരിശോധനകളൊക്കെ ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം മനുഷ്യൻ്റെ വികാരങ്ങളെ വരെ അളക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർക്ക് ഇയാളൊന്നും ഒക്കെ ശരിയാക്കേണ്ട ആളാണ്,
സുഹാബിയാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഇയാളൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇന്ന ആൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഓനെ പോയിട്ട് 2 കൊടുക്കണം, അല്ലെങ്കിൽ ഓനെ കഴുത്ത് പിടിച്ച് പോക്കിയിട്ട് അവനെ ശരിയാക്കണം എന്ന് നമ്മളൊരു ഡിവൈസിന് ഞാൻ റോബോട്ടായിട്ടാണ് വന്നിക്കണമെന്ന് വിചാരിച്ചോളെ. എൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള റോബോട്ടായിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പം മനസ്സിൽ അങ്ങനെ വിചാരിച്ചാൽ മതി, ഈ റോബോട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് നേരെ വന്നിട്ട് എൻ്റെ കൗത്തി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടാ തൊടുക്കാൻ വിളിച്ചത്, പിന്നെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ്? ഇവിടെ ഞാനിരുന്നു കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി എന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനത്തെ ധാരാളം ലക്ഷക്കണക്കായ റോബോട്ടുകളെ ഉണ്ടാക്കി വിട്ട് സ്വയം ശത്രുക്കൾ ആരാണെന്ന് തീരുമാനിച്ച് അതിനൊക്കെ സംഹരിക്കാനുള്ള കൃത്യങ്ങളൊക്കെ അതന്നെ നിർവഹിക്കുന്നൊരവസ്ഥ വന്നാൽ ആരായിരിക്കും ആ ജിനായത്തിൻ്റെ ഉത്തരവാദി? അതുണ്ടാക്കിയ കമ്പനിയാണോ? അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണോ? അതോ അത് ഉപയോഗപ്പെടുത്തുന്ന അതിൻ്റെ ഉപഭോക്താവാണോ? അതൊരു ചർച്ചാ വിഷയമാണ്. ഇത്തരം കൃത്രിമ ബുദ്ധികൾ നടത്തുന്ന ജിനായത്തുകളുടെ ഉത്തരവാദിത്തം ആർക്ക്? അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആരാണോ അത് ഉപയോഗിക്കുന്നത് അവനാണ് അതിൻ്റെ ഉത്തരവാദി. ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തിയാൽ ആ കത്തി ഉണ്ടാക്കിയ കൊല്ലനല്ലല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം. ആരാണോ അത് ഉപയോഗിക്കുന്നത് അവനാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം അവൻ പൈസ എടുത്ത് വാങ്ങി ഓൻ്റെ ശത്രുക്കളെ സംഹരിക്കാനുള്ള പതിയിട്ട് ഞാൻ അപ്പോൾ അങ്ങനത്തെ റോബോട്ടേറ്റ് അങ്ങോട്ട് വരാൻ കാരണം എന്താ? ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെ ശരിയാക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അതുകൊണ്ട് അങ്ങനത്തെ പോലെ കണ്ടുപിടിച്ചിട്ട് പോലെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അയാളേറ്റ് വരുന്നത്. അപ്പോൾ ആരാണോ അതിൻ്റെ ഉപഭോക്താവ് അയാൾക്കായിരിക്കും അതിൻ്റെ ജിനായത്തിൻ്റെ ഉത്തരവാദിത്തം. അത് അവൻ്റെ ഉപകരണമായിട്ടാണ് കണക്കാക്കുക എന്നാണ്. അത് വളരെ ലളിതമായിട്ട് അതിലിപ്പോൾ എന്തത്ര ആലോചിക്കാനുള്ളതെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അത് ചില ആൾക്കാർക്ക് മറിച്ച് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയണത്. അതിൻ്റെ കണ്ടുപിടിച്ച ഉപജ്ഞാതാവാണ്, അതിനെ നിർമ്മിച്ച കമ്പനിയാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്നൊക്കെ ചിലർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ചിലർ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. അതിൻ്റെ ഉപഭോക്താവ് ആരോ അവനാണ് അതിൻ്റെ ഉത്തരവാദി, കണ്ടുപിടിച്ച ആളൊന്നല്ല. കണ്ടുപിടിച്ച ആൾക്ക് ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും കോലങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ വന്നുകൂടായില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവനെ ഉത്തരവാദിയാവും ചെയ്യും. അപ്പോൾ ജിനായത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു മേഖല അതാണ് പരിശോധിക്കാനുള്ളത്.